ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അതും കയ്യിൽ വെച്ചിട്ട് എന്തിനാണ് ഈ ദാരിദ്ര്യം അനുഭവിക്കുന്നേ? അതുകൊണ്ട് നീ അതങ്ങ് തിരിച്ചെടുക്ക്. എടി, എല്ലാവരുടെയും പ്രശ്നങ്ങൾ തീരട്ടെ. മണിമാല എടുത്ത് ആരുടെയും പ്രശ്നം തീരണ്ട. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു അമ്മേ. പോയിട്ടോ. ശരി. എന്റെ ജീവിതം തുലച്ചിട്ട് നിന്ന് അഹങ്കരിക്കുന്നോടി. ഇതിന് നീ പകരം കൊടുക്കാൻ പോകുന്നത് വലിയ വിലയായിരിക്കും. നീ നോക്കിക്കോ. താനെന്താ അവിടെ നിന്നൊക്കെ മാറി ഇവിടെ വന്നിരിക്കുന്നത്? താൻ കരയാണോ? ഇപ്പൊ കരയാൻ മാത്രം എന്താ ഉണ്ടായേ? ഞാൻ അച്ഛനെ കുറിച്ച് ഓർത്തതാ. എങ്ങനെയെങ്കിലും അച്ഛനെ പുറത്തിറക്കിയേ പറ്റൂ. അത് ഞാൻ തനിക്ക് ഉറപ്പ് തന്ന കാര്യമല്ലേ? അതോർത്ത് താൻ പിന്നെയും പിന്നെയും കരയുന്നെന്തിനാ? അടുത്ത തവണ കോടതിയിൽ ഹാജരാക്കുമ്പോൾ നമ്മൾ ശേഖരിക്കുന്ന തെളിവുകളെല്ലാം വെച്ച് നമുക്ക് സത്യം തെളിയിക്കാൻ ശ്രമിക്കാം. കോടതിക്ക് സത്യം ബോധ്യമാവും. തൻ്റെ അച്ഛൻ പുറത്തിറങ്ങുകയും ചെയ്യും. താൻ ധൈര്യമായിട്ടിരിക്കും. താനൊന്ന് നിന്നേ. തന്റെ മുഖത്തെന്തൊരു പാട്? ചോദിച്ചു കേട്ടില്ലേ? അത് എന്തോ കടിച്ചതാ. തല്ലിയ പാടത്. എന്താ സംഭവം? തന്നെ ആരാ തല്ലിയേ? പറയ, ആരാ തല്ലിയെന്ന്? അത് ഞാനും ഐശ്വര്യ മാഡം തമ്മിൽ വഴക്കായി. അങ്ങനെ എന്നെ മാഡം തല്ലി. താൻ എവിടേക്കാ? ചിന്നു, കൈയെടുത്തേ. ഇതങ്ങനെ വിട്ടാ പറ്റില്ല. വന്ന് കേറിയപ്പോ മുതൽ അവരെന്തിനാ നിങ്ങളോട് ഇങ്ങനെ പെരുമാറുന്നെന്ന് എനിക്ക് അറിയണം. ഇതിന്റെ പേരിൽ താൻ പ്രശ്നത്തിനൊന്നും പോണ്ട. അത് പിന്നെ വലിയ വഴക്കാവും. പ്ലീസ്. തെറ്റ് എന്റെയും കൂടി ഭാഗത്താ. എല്ലാം കൂടി തലയിലിട്ട് ഞാനും എന്തോ കടന്നു പറഞ്ഞു. അതാ മാഡം തല്ലിയത്. തന്റെ ഭാഗത്ത് തെറ്റൊന്നും ഇല്ലെന്നും താനിപ്പോ കള്ളം പറയുന്നതാണെന്നും എനിക്ക് നല്ലതുപോലെ അറിയാം. താൻ കരഞ്ഞത് അച്ഛന്റെ കാര്യം ഓർത്തോണ്ടല്ലെന്ന് എനിക്ക് മനസ്സിലായി. എടോ, ഞാൻ തന്നോട് മുൻപും പറഞ്ഞിട്ടുള്ള കാര്യ. എല്ലാം സഹിച്ചും പുറത്തും താൻ ഇവിടെ നിൽക്കേണ്ട ഒരു കാര്യമില്ല. തന്റെ ബുദ്ധിമുട്ടുകളൊക്കെ രമാമ്മയോട് പറയേ. അവരെപ്പോഴേ അടക്കി നിർത്തിയില്ലെങ്കിൽ അവരിനി ഇത് തന്നെ ആവർത്തിക്കും. ഇത്തവണ കൂടി പോട്ടെ. ഇനി ഇങ്ങനൊന്നും ഉണ്ടാവാതെ ഞാൻ നോക്കിക്കോളാം. അതെ,
ഒന്നിങ്ങ് വന്നേ. നീയല്ല, അവള്. ചെല്ല്, ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞാനിവിടെ ഉണ്ട്. നേരത്തെ ഞാൻ തല്ലിയത് നിനക്ക് വിഷമായോ? പിന്നീട് ആലോചിച്ചപ്പോഴാ എനിക്കൊരു കാര്യം മനസ്സിലായത്. ഏതോ ഒരു ക്ഷേത്രം, അവിടെ ഏതോ ഒരു മണിമാല. അതിനുവേണ്ടി കൂടെ പിറപ്പായ നീയും ഞാനും തമ്മില് അടിയും വഴക്കൊക്കെ എന്തിനാ? നിന്നോട് ഒരു കാര്യം മാത്രം ഞാൻ പറയാം. നീ അമ്പലം തുറന്ന് മണിമാല എടുത്തു തന്നാൽ രക്ഷപ്പെടാൻ പോകുന്നത് ഞാൻ മാത്രമല്ല, നീയും നമ്മുടെ കുടുംബവും കൂടിയാ. എത്രയെന്ന് കരുതിയാ നമ്മളിങ്ങനെ ഒളിച്ചു താമസിക്കുന്നത്? നീയും അമ്മയൊക്കെ ഈ വീട്ടിലെ എച്ചിൽ പാത്രം കഴുകാനാണോ ഇത്രയും കാലം കഷ്ടപ്പെട്ടത്? നിനക്ക് ഇനിയും മനസ്സിലാവാത്ത ഒരു കാര്യം ഞാൻ പറയാം. പൈസ ഉണ്ടെങ്കിലേ എല്ലാം ഉള്ളൂ. നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. പൈസ ഉണ്ടെങ്കിൽ നല്ലൊരു വക്കീലിനെ വെച്ച് ജയിലിൽ നിന്നും അച്ഛനെ ഇറക്കാം. വയ്യാത്ത അമ്മയെ ഈ വീട്ടിലിട്ട് കഷ്ടപ്പെടുത്താതെ നല്ല ചികിത്സ കൊടുത്ത് ഇനിയുള്ള കാലം ഒരു വിശ്രമ ജീവിതം കൊടുക്കാം. അതിലെല്ലാം ഉപരി നിനക്കൊരു നല്ല ജീവിതം വേണ്ടേ? നിനക്കൊരു കുടുംബം, കുട്ടികൾ. ഞാൻ ഈ പറഞ്ഞതൊക്കെ വേണമെങ്കിലേ കയ്യില് പൈസ വേണം. അതിനുള്ള എളുപ്പ വഴിയാ മണിമാല. അതും കയ്യില് വെച്ചിട്ട് എന്തിനാണ് ഈ ദാരിദ്ര്യം അനുഭവിക്കുന്നേ? അതുകൊണ്ട് നീ അതങ്ങ് തിരിച്ചെടുക്ക്. എടി, എല്ലാവരുടെയും പ്രശ്നങ്ങൾ തീരട്ടെ. മണിമാല എടുത്ത് ആരുടെയും പ്രശ്നം തീരണ്ട. ദേവിയുടെ ആഭരണം എടുത്ത് എന്റെ പ്രശ്നം തീർക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അതിനെ എത്രയൊക്കെ അനുഭവിക്കേണ്ടി വന്നാലും ശരി, വരുന്നതൊക്കെ ഞങ്ങളുടെ വിധിയായി കണ്ടോളാം. ഇത്രയും വലിയ നല്ലൊരു ഉപദേശത്തിന് നന്ദി. ഐശ്വര്യ, പോവാം. ആ, പോവാം സർ. അപ്പൊ ചിന്നു, ഞാൻ പറഞ്ഞ കാര്യം ഒന്നോടൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പൊ നിനക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞതാ ശരിയെന്ന്. എന്താ ഐശ്വര്യ?